ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നാടൻ ടേസ്റ്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്നത് ഒരു മാങ്ങ ഇട്ട് വെച്ചിട്ടുള്ള ഒരു ചെമ്മീൻ മുരിങ്ങക്ക കറിയാണ്. അപ്പോൾ ഇത് കഴിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും, നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു സ്മെല്ലും നല്ലൊരു സ്മെല്ലാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും എന്നും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കറിയാണിത്. അപ്പോൾ നാടനായിട്ടുള്ള ഈ ഒരു കറിക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. അപ്പോൾ അതിന് റെസിപ്പിയിലോട്ട് ഒന്നിനു മുമ്പായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം, മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് എപ്പോഴും ആവശ്യമാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. 1/4 കിലോ ചെമ്മീന്, 2 മുരിങ്ങക്കായ, പിന്നെ ഒരു മീഡിയം സൈസ് പച്ചമാങ്ങ, ഒരു ചെറിയ തക്കാളി, 3 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഒരു 1/4 മുറി തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ചെറിയ ഉള്ളിയും ഒരു 1/4 ടീസ്പൂൺ വലിയ ജീരകവും കൂടെയാണ് ഇട്ടെടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ് കേട്ടോ. പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില. ഇനി നമുക്കൊരു ചട്ടി എടുത്തിട്ട് ഇതിലേക്ക് മാങ്ങ ഇട്ടെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇഞ്ചി, തക്കാളി, പച്ചമുളക് എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പും മസാലപ്പൊടികളുമാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. അപ്പോൾ മുളക് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറക്കൊക്കെ ചെയ്യാം കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. മുളക് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തുക. പിന്നെ നമുക്ക് മല്ലിപ്പൊടി 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. നമുക്ക് ചെമ്മീന് വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചെമ്മീനാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ 1/4 കിലോ ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് അളവ് കൂട്ടിയും കുറക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പം നമ്മൾ ഈ സമയത്ത് മുരിങ്ങാക്കായ ഈ സമയത്ത് നമ്മൾ ചേർക്കണില്ല. ചെമ്മീനൊരു പകുതി വേവാവുന്ന സമയത്താണ് നമ്മൾ മുരിങ്ങാക്കായ ചേർക്കുന്നത്. ഇത് നമുക്ക് അടുപ്പിലോട്ട് വെക്കാം. നമ്മൾ സ്റ്റവ് ഓണാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കാം. അപ്പോൾ നമുക്കൊരു പകുതി വേവാവുന്ന സമയത്ത് മുരിങ്ങാക്കായും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഏകദേശം ഒന്ന് വെന്തിട്ടുണ്ട്. അപ്പോൾ മുരിങ്ങാക്കായും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒന്നുകൂടെ അടച്ചിട്ട് വെക്കാം. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ഉപ്പില്ലെങ്കിൽ വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. ഇതൊന്നും കൂടെ നമുക്കൊന്ന് അടച്ചിട്ട് വെക്കാം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി തേങ്ങ അരച്ച് വയ്ക്കുന്ന സമയമാണ് കേട്ടോ. അപ്പോൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങ ഒഴിച്ചിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്യാം. തേങ്ങ ഒഴിച്ചതിന് ശേഷം നല്ലോണം തിളപ്പിക്കരുത് കേട്ടോ. അപ്പോൾ കറിൻ്റെ ടേസ്റ്റ് മൊത്തം പോവും. ഒന്ന് ചെറുതായിട്ടൊന്ന് തിള വരുന്ന സമയത്തന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാം. പിന്നെ മൺചട്ടി ആയതുകൊണ്ട് അതിലിരുന്നിട്ട് തന്നെ കുറച്ചും കൂടെ തിളച്ചിട്ട് ഒന്ന് കറി ഒന്നും കൂടെ ഒന്ന് റെഡിയാവും. അപ്പം ഞാൻ അധികം ലൂസാക്കിയിട്ടില്ല, കറി കുറച്ച് തിക്കായിട്ട് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ സമയത്ത് തീ ഓഫ് ചെയ്യാം. ഇനി താളിച്ച് വയ്ക്കേണ്ട സമയമാണ്. ഇനി നമുക്ക് ഉള്ളി താളിക്കാം. ഇനി ചട്ടി വെച്ചിട്ടുണ്ട് ഞാൻ. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അപ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ താളിക്കുക കേട്ടോ, എങ്കിലേ ഒരു നാടൻ ടേസ്റ്റ് കിട്ടുള്ളൂ. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക. അപ്പോൾ കുറച്ച് തീ കൂടിപ്പോയിട്ടുണ്ട്, അതാണ് പുകഞ്ഞു വരുന്നത്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയമായതുകൊണ്ട് ശ്രദ്ധിക്കാണ്ടാണ് ഉള്ളി ഇട്ടത്. അപ്പോൾ തീ കുറച്ചിട്ട് തന്നെ നമുക്കൊന്ന് ഉള്ളി മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉണക്കമുളകൊക്കെ ചേർക്കാം കേട്ടോ. പക്ഷെ ഞാനിവിടെ ഉള്ളിയും കറിവേപ്പിലും മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് നമുക്ക് കറിക്ക് ഒഴിച്ചു കൊടുക്കാം. കറിയിലേക്ക് ഞാൻ ഒഴിച്ചിട്ടുണ്ട്.
അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ ഇത്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇത് മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാനായിട്ട്. അപ്പോൾ നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.